ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് ഒരു 4 ഇഞ്ച് PVC പൈപ്പ് ഉണ്ട്. അത് കട്ട് ചെയ്തിട്ട് അതിൽ മ്യൂറലിലെ വള്ളി ഡിസൈൻ ചെയ്യുകയാണ് നമ്മൾ. ഡിസൈനിങ് മാത്രം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് കണ്ടില്ല, ഞാൻ ഈ 4 ഇഞ്ച് പൈപ്പ് 4ഓ 5ഓ നിങ്ങൾക്ക് എത്ര സൈസ് വേണമെങ്കിലും എടുക്കാം. അതിൽ 4 ഇഞ്ചിൽ കുറയരുത്. ഇത് വെച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുത്താണ്. ആക്സോ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്തെടുക്കുക. ഇത് കട്ട് ചെയ്യുന്നതിന് മുന്നേ എവിടെയാണെന്ന് വെച്ചാൽ ഇവിടെ നേരെ ഒരു സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കുക. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സ്കെയിൽ വെച്ച് വരച്ചതിന് ശേഷം നമ്മൾ ആക്സോ ബ്ലേഡ് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്ത പീസാണിതിൽ. അപ്പോൾ അതിൽ നിന്ന് ഒരു പീസ് ഞാൻ മാറ്റുകയാണ്. ഇതിൽ നമുക്ക് ആദ്യം പ്രൈമർ അടിക്കണം. വൈറ്റ് എമൽഷൻ പെയിൻറ്റ് ഇതാണ് അടിക്കേണ്ടത്. ഇത് ഞാൻ മുന്നേ ഒരു പോട്ടിൽ ചെയ്തപ്പോൾ അത് നിങ്ങൾ കാണാത്തവരെ നിങ്ങൾ കാണുക. അതിലുണ്ട് പ്രൈമർ അടിക്കുന്നത്. ഇതിൽ തന്നെ ഉണ്ട്. അക്രിലിക് ഇൻറ്റീരിയൽ എമൽഷനാണ് യൂസ് ചെയ്യുന്നത്. ഇത് കുറച്ച് നമ്മൾ എടുത്തിട്ട് വെള്ളമായിട്ട് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ കൂടെ കുറച്ച് വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ട്, കൂടുതൽ വെള്ളമായി പോകരുത്, ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പാച്ച് ഇല്ലാതെ നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇത് അടിക്കുക. ഒരു പ്രാവശ്യം അടിച്ചതിന് ശേഷം ഇത് ഉണങ്ങിയതിന് ശേഷം രണ്ടാമത് ഒരു കോട്ടും കൂടെ ഇതിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് ഫസ്റ്റ് കോട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് കോട്ട് ഒന്നും കൂടെ കുറച്ചുകൂടെ നേർമയാക്കിയിട്ട് അടിക്കുക. ഇത് നിങ്ങൾക്ക് പിന്നെ ഫസ്റ്റിൽ നമ്മൾ ഇത് ചെയ്യുന്നില്ലേ, ഫസ്റ്റിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൽ പിടിക്കുന്നില്ലെങ്കിൽ സാൻഡ് പേപ്പർ ഇട്ടിട്ട് ഒന്ന് ഉരച്ച് കൊടുക്കുക. സാൻഡ് പേപ്പർ ഇപ്പോൾ ഉരച്ച് കൊടുത്താൽ പെട്ടെന്ന് അതിൻ്റെ മുകളിൽ പിന്നെ പിടിക്കും കേട്ടോ. അതുപോലെ ചെയ്യണേ. ഇത് ഓൾറെഡി സ്ക്രബ് ആയതാണ് ഫസ്റ്റിൽ, അതുകൊണ്ടാണ് ഞാൻ അത് കാണിക്കാതിരുന്നത്. അപ്പോൾ സെക്കൻഡ് കോട്ട് നമുക്ക് ലൈറ്റായിട്ട് അടിച്ചു കൊടുക്കാം. അടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് തന്നെ ഒറ്റ വലിക്ക് തന്നെ വരണം, അല്ലെങ്കിൽ ഇതിൻ്റെ ലൈൻസ് ഇങ്ങനെ കാണും, ഇതിൻ്റെ പാച്ച് ഇങ്ങനെ കാണും. അപ്പോൾ അത് സെക്കൻഡ് കോട്ട് അടിച്ച് ഉണങ്ങിക്കഴിഞ്ഞ് അപ്പോൾ ഇതിൻ്റെ കയ്യിൽ ഇത് കണ്ട ബ്രഷിൻ്റെ ലൈൻസ് കാണാം. നമുക്ക് ബ്രഷിൻ്റെ ലൈൻസ് കൂടുതലും കാണുന്നത് നമ്മൾ എടുക്കുന്ന ഈ കോട്ടിങ് ഉണ്ടല്ലോ, അതിൽ കുറച്ചും വെള്ളം കൂടുതലാക്കിയിട്ട് ഡൈല്യൂട്ട് ചെയ്യുക. അതല്ലെങ്കിലാണ് ഇങ്ങനെ ഗ്രെയിൻസ് കാണുക. അപ്പോൾ ഒന്ന് ഇത് നൈസ് സാൻഡ് പേപ്പർ കൊണ്ടൊന്ന് ഉരച്ച് കൊടുക്കുക. ലൈറ്റായിട്ട് ഉരച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ 2 സൈഡിലും ഈ ബോർഡർ കൊടുക്കുകയാണ്. അതിപ്പം നമ്മൾ ബോർഡർ കൊടുക്കുമ്പോൾ മഷിപ്പൂവാണ് കൂടുതൽ ഭംഗി വരിക. അപ്പം മഷിപ്പൂവിന് സ്പേസ് നമ്മൾ വരച്ചതിന് ശേഷം ഉള്ളിൽ ഡിസൈൻ കൊടുക്കുകയാണ്. അപ്പം മഷിപ്പൂവിന് ഇവിടെ റൗണ്ട് വരയ്ക്കണം. ഒരേപോലെ റൗണ്ട് കിട്ടണമെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ നമുക്ക് ഇതേപോലത്തെ എന്തെങ്കിലും ഇതിൻ്റെ ഒരു ടോപ്പ് എടുത്തിട്ട് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അങ്ങനെ ലൈൻ ചെയ്തെടുക്കുക. മഷിപ്പൂവാണ് ചെയ്യുന്നത്. ഇതിൽ ചെയ്തിട്ടുണ്ടത് കണ്ടില്ലേ, ഈ മഷിപ്പൂവാണ് നമുക്കിതിൽ ചെയ്ത് കണ്ടില്ലേ. ഒരു പിക്ചർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ 2 സൈഡിലും ബോർഡർ കൊടുത്താൽ പിക്ചറിന് കൂടുതൽ ഭംഗി ഉണ്ടാവും. ഇതേപോലത്തെ ഇത് ചെയ്യാനാണ് ഞാനിവിടെ റൗണ്ട് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെ റൗണ്ട് ചെയ്തു. ഞാനിപ്പോൾ ഒരു ടോപ്പ് ഉപയോഗിച്ചിട്ട് ഇതിനെ റൗണ്ട് ചെയ്യുക. അത് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയാണ് ടോപ്പ് യൂസ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഇതിനെ നേരെ ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്തതിന് ശേഷം ഒന്ന് റൗണ്ട് ചെയ്യുക. കണ്ടോ? പിന്നെ ഇതിനെ നേരെ ഇതിനെയൊക്കെ പകുതിയാക്കണം. ഇങ്ങനെയാണ് മഷിപ്പൂ വരച്ചെടുക്കുക. കണ്ടോ? ഇതേപോലെ വരച്ചെടുത്തിട്ട് ഇതിന് നമ്മൾ ഇതിൻ്റെ പെറ്റൽസ് ചെയ്യുക. ഇത് ഞാൻ ഡീറ്റെയിൽ കാണിച്ചു തന്നാണ്. ഇനിയിപ്പം ഇതിനെ നമ്മൾ ഫുള്ളായിട്ട് റെഡ് കൊണ്ട് ഔട്ട്ലൈൻ ചെയ്യണം. ഇങ്ങനെയാണ് മഷിപ്പൂവ് നമ്മൾ ചെയ്തെടുക്കുക. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സൊക്കെ ബ്ലാക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിനിങ്ങോട്ട് ഇത് മാത്രം വൈറ്റായിട്ട് കാണാം. മഷിപ്പൂവ് ഇതുപോലെ വരച്ച് വെച്ചതിന് ശേഷം നമ്മൾ റെഡ് ഉപയോഗിച്ചിട്ട് നമ്മളിതിന് ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പെൻസിലിൻ്റെ കംപ്ലീറ്റ് റബ്ബ് ചെയ്യണം. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് ഡിസൈൻ ചെയ്യാണ്.
അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടോ. ഇനി നമുക്ക് ഇതിനെ റെഡ് കൊണ്ട് ഔട്ട്ലൈൻ ചെയ്തിട്ടെടുക്കാം. ഇത് നമ്മൾ കുറച്ച് വള്ളി അതിൻ്റെ പൂവും ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ ഇനി ഔട്ട്ലൈൻ ചെയ്യാൻ പോവുകയാണ്. റെഡ് വെച്ചിട്ട് റെഡ് കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് ലൈറ്റ് ആക്കിയിട്ട് നമുക്ക് ഔട്ട്ലൈൻ ചെയ്യാം. ഇത്ര റെഡ് എടുത്താൽ മതി. അതിൽ കുറച്ച് നന്നായിട്ട് വെള്ളം ചേർക്കുക. ലൈറ്റ് ആക്കിയതിന് ശേഷം വളരെ ലൈറ്റാക്കി എടുക്കാൻ പാടുള്ളൂ, ഡാർക്ക് ആവരുത്. ഇതുപോലെ നമ്മൾ ഫുള്ള് ചെയ്യുക, ഔട്ട്ലൈൻ ചെയ്യുക കേട്ടോ. അതിന് ശേഷം ഇത് റബ്ബ് ചെയ്ത് കളയുക. ഇതിൻ്റെ ഇപ്പോൾ ഇതിൽ ഫുള്ളായിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മളൊരു പെൻസിൽ കൊണ്ട് വരച്ചില്ലേ, വരച്ചതിന് ശേഷം നമ്മൾ റെഡ് വെച്ചു. അതിന് ശേഷം നമ്മൾ ഈ പെൻസിലിൻ്റെ അടയാളം കംപ്ലീറ്റ് ഇറേസർ വെച്ചിട്ട് റബ്ബ് ചെയ്ത് കളയണം. അതെന്തിനാണെന്നറിയോ, നമ്മൾ ഇതിൻ്റെ മേലെ ഇപ്പോൾ യെല്ലോ വെക്കുന്നുണ്ടെങ്കിലും ആ പെൻസിലിൻ്റെ ഈ അടയാളം ബ്ലാക്കായിട്ട് കാണും. അപ്പോൾ അതുകൊണ്ട് ഇത് കംപ്ലീറ്റ് ഇറേസർ വെച്ച് ഇറേസ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് കളറ് വെച്ച് തുടങ്ങാം. നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് യെല്ലോ വെക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് യെല്ലോക്കർ എന്ന കളറ് എടുക്കാം. ഇത് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഒരു 10 മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കാരണം എന്താണെന്നറിയോ, ഇതിലുള്ള അഴുക്കുകൾ താഴോട്ട് ഇറങ്ങിപ്പോവും. അപ്പോൾ മേലെയുള്ള തെളി മാത്രം എടുത്ത് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ, അതെങ്ങനെ കളർ മിക്സ് ചെയ്യണം എന്നുള്ള വീഡിയോ ഞാൻ നെക്സ്റ്റ് ഇതിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് കളറെടുത്ത് ഒരു ലെയർ വെച്ച് കൊടുക്കുക. ചെയ്യുന്ന സമയത്ത് വെള്ളം കുറഞ്ഞു പോകരുത്. വെള്ളം കുറഞ്ഞു പോയാൽ ഇതിനൊരു പാച്ച് വരും. ഒരേ പൊസിഷനിൽ തന്നെ ഇങ്ങനെയാണെങ്കിൽ ഞാൻ കുത്തനെ ചെയ്യുക, വിലങ്ങനെയാണെങ്കിൽ വിലങ്ങനെ ചെയ്തിട്ട് വൃത്തിയാക്കി എടുക്കുക. ആദ്യം ലൈറ്റായി ചെയ്തതിന് ശേഷം ഒരു കോട്ട് കൂടി വെക്കുക. അപ്പോൾ അതിൻ്റെ പാച്ചസ് ഒക്കെ അങ്ങോട്ട് പോകും. ഈ പാച്ച് എന്ന് പറയുന്നത് കണ്ടോ, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. ഇത് നല്ലോണം ശ്രദ്ധിച്ചു. ഇതാണ് പാച്ച് എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ലെയർ ചെയ്യുന്ന സമയത്ത് വെറും ലൈറ്റാക്കി എടുക്കണം. അപ്പം ബ്രഷ് നമ്മൾ വലിക്കുന്ന അതിനാണ് നമ്മൾ കണ്ടില്ലേ ഇവിടെ റഫായിട്ടും ഇവിടെ ലൈറ്റായിട്ടും. ഇത് പോകണമെങ്കിൽ നമ്മൾ എന്താണ്, ഇതേ ടോൺ കൊണ്ട് തന്നെ അല്ലെങ്കിൽ കുറച്ചും കൂടെ കൂട്ടി ചേർത്തിട്ട് പിന്നെ മിക്സ് ചെയ്ത് അതും ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം മേലെ അടിയിലേക്ക് കുത്തരുത്. അപ്പോൾ കളർ ചേഞ്ച് ആവും. ഇതിൻ്റെ അഴുക്കുകൾ കംപ്ലീറ്റ് ഇതിലേക്ക് സ്പ്രെഡ് ആവും. അപ്പോൾ ഇത് സെക്കൻഡ് ടോണ് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ പേച്ച് അങ്ങോട്ട് പോകും. കണ്ടില്ലേ, അപ്പോഴാണ് നമുക്ക് ഫിനിഷിങ് കിട്ടുന്നത്. ഇങ്ങനെ തന്നെ വലിച്ചു കൊണ്ടുപോകണം. പിന്നും മേലെ 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 വെക്കാൻ പാടില്ല. ഇനി ഇപ്പോൾ കണ്ടില്ലേ, ബാക്ക്ഗ്രൗണ്ടിൽ യെല്ലോ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ ഇത് ഷെയ്ഡ് ചെയ്യണം. ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അറ്റത്ത്, ഈ ഫ്ലവറിൻ്റെ ഈ അറ്റം മാത്രം നമ്മൾ കുറച്ച് ബേൺസീനെ റെഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെറിയ ഒന്ന് വാഷ് ചെയ്തിട്ട് ഡോട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് റെഡ് എടുക്കാം. കുറച്ച് എടുത്താൽ മതി, കുറച്ച് റെഡിനേക്കാളും കുറവ് ബേൺസീന എടുക്കണം. ബേൺസീന കണ്ടില്ലേ, ബേൺസീന എന്ന് പറയുമ്പോൾ അതിൻ്റെ ബ്രൗൺ കളറാണ് ബേൺസീന ഒരല്പം എടുക്കുക. മിക്സ് ആക്കണം. കുറച്ച് വെള്ളം ചേർത്ത് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇതൊന്നാമത് നമ്മൾ എമൻഷനിൽ അടിക്കുന്നതുകൊണ്ട് നമുക്ക് എങ്ങനെയാണോ ചുമരിൽ ചെയ്യുന്ന ആ എഫക്റ്റാണ് കിട്ടുക. പെട്ടെന്ന് ഡ്രൈ ആയി പോകും. അപ്പം വളരെ ശ്രദ്ധിക്കുക. ഷെയ്ഡ് വെക്കുന്ന സമയത്തൊക്കെ വൃത്തികേടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ പെയിൻറ്റ് കംപ്ലീറ്റ് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് അതിൻ്റെ അഴുക്കുകളൊക്കെ അടിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്ത് കുറച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കളർ എടുത്തിട്ട് മേലെ മാത്രം, ഉള്ളിലേക്ക് തൊടാൻ പാടില്ല. ഇവിടെ ചെറുങ്ങനൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം 000 ബ്രഷ് യൂസ് ചെയ്ത് ഡോട്ട് വെച്ച് കൊടുക്കുക. ഇത് നമ്മൾ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടതിന് ബിന്ദുജം എന്നാണ് പറയുക. ഡോട്ട് വെച്ചിട്ട് ഈ ഡാർക്കിൽ തന്നെ ഡോട്ട് വെച്ച് പിന്നെ ഇവിടേക്ക് കുറച്ച് അങ്ങോട്ട് എത്തുന്ന സമയത്ത് ഒന്ന് കുറച്ച് ലൈറ്റ് ആക്കിയിട്ട് കംപ്ലീറ്റ് ഡ്രൈ ആക്കണം. വെള്ളം പാടില്ല.
ഒരു തുണി വെച്ച് ഡ്രൈ ആക്കിയതിന് ശേഷം അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഡാർക്കിൽ നിന്ന് ലൈറ്റിലേക്ക് എന്ന രീതിയിൽ ബ്ലെൻഡ് ചെയ്തിട്ട് കൊണ്ടുപോവുക. പിന്നെ ഇങ്ങോട്ട് എത്തുന്ന സമയത്ത് ലൈറ്റായി തന്നെ വരണം. നല്ലോണം ചേർന്ന് ഡാർക്കിൽ നിന്ന് ലൈറ്റിലേക്ക് ചേർന്ന് വരണം. നമുക്ക് ക്യാൻവാസിലാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങില്ല, എന്ത് വേണമെങ്കിലും പെട്ടെന്ന് ചെയ്യാം. ഇതിൽ അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് ഡ്രൈ ആയി പോകും. അതാണ് പറയുന്നത്, ഇത് ശ്രദ്ധിച്ച് ചെയ്യണം. ഒരു പഴയ ക്ലോത്ത് വെച്ചിട്ട് ഇതിലെ വെള്ളം ഇങ്ങനെ തുടച്ച് വെച്ചതിന് ശേഷമാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. ഇതേപോലെ നമുക്ക് ഇതിൻ്റെയൊക്കെ പെറ്റൽസ് ചെയ്തെടുക്കാം. അത് കംപ്ലീറ്റ് ചെയ്ത് ഫ്ലവർ. ഇനി നമുക്ക് ഇതിൽ യെല്ലോ വെച്ച് കൊടുക്കണം സെൻറ്ററിൽ. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ ഡിസൈൻ കണ്ടില്ലേ, വള്ളികൾ, അത് പിന്നെ ഓരോ കളറ് റെഡ് വെച്ച് കൊടുക്കുക, പിന്നെ ഗ്രീൻ വെച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് ഈ വൈറ്റ് തന്നെ ഒഴിച്ചിട്ട് ചെയ്യാം. അപ്പം വൈറ്റിന് ഷെയ്ഡ് കൊടുക്കണം. അത് ബേൺസീനെയും കുറച്ച് ബ്ലാക്ക് കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഷെയ്ഡ് കൊടുക്കുക. അപ്പം നമുക്ക് ഇതിൻ്റെ ഓരോരോ വള്ളികൾ, ഡിസൈൻ വള്ളികൾ എന്ത് ചെയ്യുക, പിന്നെ ഗ്രീനാണ് കൊടുക്കണമെങ്കിൽ നമുക്ക് ലൈറ്റായിട്ട് യെല്ലോ വാഷ് ചെയ്യുക. റെഡാണെങ്കിൽ ഒരു കോട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ ഉണങ്ങിയതിന് ശേഷം ഒരു കോട്ട് കൂടി 2 കോട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇവിടെ മിഡിൽ ഗ്രീന് വെക്കാനുള്ള അപ്പോൾ ഇതിൽ കണ്ടില്ലേ കളർ വ്യത്യാസങ്ങൾ കാണാം. ഇത് ലൈറ്റായിട്ട് ഒരു കോട്ട് ലൈറ്റായിട്ട് വെക്കുക, കൂടുതൽ വെള്ളം ചേർത്ത് കുറച്ച് കളർ വെച്ചിട്ട് ലൈറ്റായിട്ട്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് അറിയുക, ഗ്രീൻ കളറിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ റെഡ് ചെയ്യണമെങ്കിൽ 2 കോട്ട് വെച്ച് കൊടുക്കുക. ഫസ്റ്റ് ഒരു ലെയർ വെച്ചതിന് ശേഷം ഉണങ്ങിയതിന് ശേഷം സെക്കൻഡ് കോട്ട് വെച്ച് കൊടുക്കുക. ഇത് ഞാൻ വൈറ്റിന് വേണ്ടിയിട്ട്, വൈറ്റ് ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ട് വെച്ചതാണ് കേട്ടോ. ഇതും അതുപോലെ തന്നെ വൈറ്റ് ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് വെച്ചതാണ്. അപ്പോൾ നമുക്കത് ഷെയ്ഡ് ചെയ്ത് തുടങ്ങാം. നേരത്തെ മിക്സ് ചെയ്ത് വെച്ചല്ലേ നമ്മൾ, റെഡിൻ്റെ കൂടെ കുറച്ച് ബേൺസീന, അത് കുറച്ചെടുക്കുക. കുറച്ചെടുത്തതിന് ശേഷം കുറച്ച് ബേൺസീന എടുക്കുക. റെഡിൻ്റെ അത്രയും വേണ്ട, റെഡ് കൂടുതലും ബേൺസീന കുറച്ചും ആയിട്ട് എടുക്കുക. മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ കൂടുതലും വെള്ളം ചേർത്ത് മിക്സ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. പിന്നെ നിങ്ങൾ ചെറിയ ബ്രഷ് എടുത്തിട്ട് മിക്സ് ചെയ്യല്ലേ, വലിയ ബ്രഷ് എടുത്തിട്ടാണ് നമുക്ക് കളർ മിക്സ് ചെയ്യേണ്ടത്. പിന്നെ ഇപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ഷെയ്ഡ് ചെയ്യാൻ തുടങ്ങാം. ഈ 2 സൈഡിലും ഡാർക്ക് വെച്ച് കൊടുത്തതിന് ശേഷം വേറൊരു ബ്രഷ് ഉപയോഗിച്ചോ, അല്ലെങ്കിൽ ഇത് കഴുകണ്ട, വേറെ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിനെ ലയിപ്പിച്ച് കൊടുക്കാം. ഉണങ്ങുന്നതിന് മുന്നേ ചെയ്യണേ. യെല്ലോ മൂടിപ്പോകാൻ പാടില്ലേ. യെല്ലോ അവിടെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് ഷെയ്ഡ് ചെയ്യാം. പിന്നെ ഇതൊരു മെത്തേഡാണ്. വേറൊരു മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. അത് നമ്മൾ ആദ്യം ലൈറ്റ് വാഷ് ചെയ്തതിന് ശേഷം ഡാർക്ക് വെച്ച് കൊടുക്കുന്നത്, അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ റെഡ് വെച്ച് ഇതിൻ്റെ ബാക്കി കാണിച്ചു തരാം. റെഡിൽ നിന്ന് കുറച്ച് എടുത്ത് വെക്കുക, കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഈ സൈഡിലും വെച്ച് കൊടുക്കുക. ലൈറ്റ് കളർ ആദ്യം വെക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം വീതിയിൽ വെക്കണേ, കുറച്ച് മാത്രമേ യെല്ലോ ഇവിടെ വിട്ട് വെച്ചതിന് ശേഷം ഇത് കവർ ചെയ്യുക. ഇത് ഉണങ്ങിയതിന് ശേഷം നെക്സ്റ്റ് ഈ സൈഡിൽ കൂടെ മാത്രം കുറച്ച് ഡാർക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ബ്ലെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ലയിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ അങ്ങനെയും ചെയ്യുക. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കൂടുതൽ എളുപ്പം വരിക ലൈറ്റ് ആദ്യം വെച്ച് കൊടുത്തിട്ട് ഡാർക്ക് വെക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ ഇത്രേ റെഡ് ഞാൻ വെക്കുന്നുള്ളൂ. പിന്നെ ഇത് ഗ്രീന് നമുക്ക് ചെയ്യാം. ഗ്രീന് ചെയ്യുന്ന സമയത്ത് ഇതിപ്പോൾ ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡാർക്ക് വെച്ച് കൊടുക്കാം നമുക്ക്. ഇത് ചെയ്ത മെത്തേഡ് കണ്ടില്ലേ, അത് നമ്മൾ എന്ത് ചെയ്ത് ഡാർക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ലൈറ്റായിട്ട് വാഷ് ചെയ്തു അല്ലേ.
ലൈറ്റായിട്ട് വാഷ് ചെയ്തെന്ന് പറയാം, വെള്ളം ഉപയോഗിച്ചിട്ട് കുറച്ച് കൂടെ റെഡ് മിക്സ് ചെയ്തിട്ട് വാഷ് ചെയ്തു. ഇത് വേറൊരു മെത്തേഡിലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ആദ്യം ലൈറ്റായിട്ട് വാഷ് ചെയ്യുക, ഇത്ര വരെ, നടുക്ക് മാത്രം ഈ യെല്ലോ ഇട്ടിട്ട് പിന്നെ ഡാർക്ക് സൈഡിൽ വെച്ച് കൊടുക്കുക. കണ്ടോ? ഇതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പം തോന്നുന്നത്. ഏതാണെങ്കിലും നിങ്ങളത് തിരഞ്ഞെടുത്തിട്ട് ചെയ്യുക. കൂടുതൽ അങ്ങോട്ട് ഡാർക്കായിരുന്നു, എന്താ പറയുക, ബ്ലാക്ക് വെക്കുന്ന സമയത്ത് പിക്ചറിനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ ചെയ്യുക. അതുപോലെ ഇവിടെ നമ്മൾ ലൈറ്റ് വെച്ചതാണ്. നെക്സ്റ്റ് നമുക്ക് ഇവിടെ കണ്ടില്ലേ ഗ്രീൻ വെക്കണം. അപ്പോൾ ഇതിൽ സാപ്പ് ഗ്രീനിൻ്റെ കൂടെ സാപ്പ് ഗ്രീനാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങളിത് കൂടുതൽ എടുത്തിട്ട് മിക്സ് ചെയ്താലും വേസ്റ്റ് ആവുന്നില്ല കേട്ടോ. ഇതെന്ത് ചെയ്യുക, ഒരു ചെറിയ കുപ്പിയിലെറ്റാൻ അതിൻ്റെ ടോപ്പ് ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ കളർ കേടാവുമൊന്നുമില്ല. ബാക്കിയുള്ളത് നമുക്ക് എടുത്ത് വെക്കാം. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് പിക്ചറിൽ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ബേൺസീൻ എടുക്കുന്നുണ്ട്. ഇതാ ഇത്രേ എടുക്കുന്നുള്ളൂ കേട്ടോ. ബേൺസീനെയും കൂടെ മിക്സ് ചെയ്യുക. അപ്പോൾ ഗ്രീന് ഒറ്റ വാഷ് ചെയ്യണം, ഫുൾ ഫില്ല് ചെയ്തിട്ട് ഗ്രീൻ ചെയ്യുമ്പോൾ ചെയ്യേണ്ടതാണ്. ലൈറ്റായിട്ട് ഫുള്ളായിട്ട് ഒന്ന് വാഷ് ചെയ്യുക. ഗ്രീൻ എവിടേക്കാണോ നിങ്ങൾ കൊടുക്കുന്നത് അത് ലൈറ്റായിട്ട് വാഷ് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഇതിൻ്റെ ഗ്രീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റായിട്ട് ഗ്രീൻ വാഷ് ചെയ്ത് പിന്നീടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഷെയ്ഡ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ ഈ റെഡ് ചെയ്തില്ലേ, അതുപോലെ തന്നെ ബേൺസീനയും സാപ്പ് ഗ്രീനും കൂടെ മിക്സ് ചെയ്ത്, കൂടുതൽ ഗ്രീനും കുറച്ച് ബേൺസീനയും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെ ഡാർക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ചെയ്യണമല്ലോ, നമ്മൾ യെല്ലോ വാഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒന്ന് ഡാർക്ക് കൊടുക്കുക. ഡാർക്ക് കൊടുത്തതിന് ശേഷം ഒന്ന് വെള്ളത്തിൽ മുക്കി തുടച്ചതിന് ശേഷം ഒന്ന് ഇങ്ങോട്ട് ബ്ലെൻഡ് ചെയ്യിക്കേണ്ട. അപ്പം വൈറ്റ് ഇതെന്ത് ചെയ്യണോ, ഇങ്ങനെ തന്നെ ഇട്ടിട്ട് കാര്യമില്ല, അതിനൊരു ഷെയ്ഡ് കൊടുക്കണം ലൈറ്റായിട്ട്. അപ്പോൾ വൈറ്റിൻ്റെ ഷെയ്ഡ് നിങ്ങൾക്ക് ബേൺസീന മാത്രമായിട്ട് കൊടുക്കുക. പിന്നെ ബേൺസീൻ്റെ കൂടെ കുറച്ച് ബ്ലാക്ക്, ബേൺസീനെ കുറച്ച് ഒരു ചെറിയ ഡോട്ട്, ഒരു കടുക് മണിയോളം എന്ന് പറയും, അത്രയും ബ്ലാക്ക് എടുക്കുക. എന്നിട്ട് അത് ആ ബ്രൗൺ കളറിലേക്ക് കൊണ്ടുവരിക, ഡാർക്ക് ബ്രൗൺ, കോഫി ബ്രൗണിലേക്ക് കൊണ്ടുവരിക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ബേൺസീൻ എടുക്കുകയാണ്. ഇത്രയും ബേൺസീൻ എടുത്ത് മിക്സ് ചെയ്ത് നിങ്ങൾ പെയിൻറ്റ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഒരു വൈറ്റ് പേപ്പറിലേക്ക് വെച്ച് നോക്കി കറക്റ്റാക്കിയിട്ട് ഇങ്ങോട്ട് എടുക്കണേ. ഇതിൻ്റെ കൂടെ ഞാനൊരു പോയിൻ്റ് ഇത് കണ്ടോ, ബ്ലാക്ക് കുറച്ച് മാത്രം, ഇത്ര മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് മിക്സ് ചെയ്യുക. ഇത് കണ്ടോ, ഈ കളറാക്കി എടുക്കണം. ഈ കളറാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇത് ഷെയ്ഡ് ചെയ്യുകയാണേ. അപ്പോൾ ഈ ഡാർക്കാക്കി വെച്ചില്ലേ, നമ്മൾ ഡാർക്കാക്കി വെച്ചതിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് എടുത്തിട്ട് വേറൊന്നിലേക്ക് മാറ്റി കുറച്ചൊരു ഡ്രോപ്പ് വെള്ളം കൂടെ ചെയ്യുക. ഇതെന്തിനാണെന്നറിയോ, നമുക്ക് ഡാർക്ക് ബ്ലെൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കുന്നതാണ് ഏറ്റവും എളുപ്പം. ലൈറ്റാക്കി വെച്ച് കഴിഞ്ഞിട്ട് അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ലൈറ്റായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഡാർക്കായിട്ടും കൊടുക്കുക, ഏത് വേണമെങ്കിലും എടുക്കുക കേട്ടോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്ന, ഇവിടെ ലൈറ്റായിട്ട് കൊടുക്കുക. കുറച്ച് നടുക്ക് ഭാഗം മാത്രം വൈറ്റ് വിട്ട് കൊടുക്കുക, വൈറ്റ് മൂടി പോകരുത്. ഇത് ഇത്രയും ഭാഗം ചെയ്തില്ലേ. ഇനി എന്ത് ചെയ്യുക, അടുത്തത് ഇതിൻ്റെ ഡാർക്ക് ഈ സൈഡിൽ വെച്ച് കൊടുക്കുക. ഇതേപോലെ എല്ലാ ഭാഗവും ചെയ്യുക. ഫസ്റ്റ് അവിടെ അപ്പം ഫസ്റ്റ് ഒരു ലൈറ്റ് വന്നു, അതിൻ്റെ തൊട്ട ലൈറ്റ് ഡാർക്ക് വന്നു, അതിൻ്റെ തൊട്ട ഡാർക്ക് വന്നു. ഇതാകുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമാവും. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ കുറേ വൈറ്റ് വിട്ട് വെച്ചില്ലേ,
ഇതുപോലെ തന്നെ ഈ നമ്മളിത് എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ അതുപോലെ തന്നെ ഇത് ഈ വൈറ്റ് വിട്ടുകൊടുത്ത സ്ഥലത്തൊക്കെ ഇത് ഫില്ല് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇടുക, അതിൻ്റെ റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും കേട്ടോ. എനിക്ക് അറിയുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ നമുക്കിത് ഫില്ല് ചെയ്യാം. അപ്പോൾ ഈ വൈറ്റിന് ഷെയ്ഡ് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെയും റെഡ് വെക്കണം, ഈ സൈഡിലും റെഡ് വെക്കണം. പിന്നെ നമ്മൾ ഞാൻ പെൻസിൽ കൊണ്ട് ഇങ്ങനെ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ബ്ലാക്ക് കൊണ്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ റെഡ് കൊണ്ടാണ് കൊടുക്കുന്നത്. ഇതിനെ നമ്മൾ ഇതിലേക്ക് ലൈറ്റായിട്ട് വാഷ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഡാർക്ക് വന്നിട്ട് റെഡ് വന്നിട്ട് ഇവിടേക്ക് ലൈറ്റായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ റെഡ് ഞാൻ വാഷ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഡാർക്കിന്ന് കുറച്ച് ലൈറ്റാക്കി ഇങ്ങോട്ട് ലയിപ്പിച്ച് കൊടുക്കുക. ഈ ലയിപ്പിച്ച് കൊടുക്കുന്ന സമയത്ത് വെള്ളം കൂടുതൽ യൂസ് ചെയ്യണേ. നമ്മൾ ഷെയ്ഡിങ്ങിന് മാത്രമേ ഉള്ളൂ. വെള്ളം കൂടുതൽ എടുത്തിട്ട് അതിൽ കളർ മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ കളർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു തുണിയിലോ അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറിലോ അപ്ലൈ ചെയ്തതിന് ശേഷം അതിലുള്ള വെള്ളം കംപ്ലീറ്റ് വറ്റിയതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ഷെയ്ഡ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഞാൻ ഡോട്ട് ഇട്ടിട്ട് ഇങ്ങോട്ടേക്ക് ഡാർക്കിന്ന് ലൈറ്റിലേക്ക് ആക്കാൻ പോവുകയാണ്. പിന്നെ ഫുള്ളായിട്ട് റെഡ് വെക്കുന്നില്ല, ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ലൈറ്റ് ആൻഡ് ഷെയ്ഡായിട്ട് വെക്കുകയാണ്. അപ്പോൾ ഇതിൽ ഞാൻ ചെറുങ്ങനെ വാഷ് ചെയ്തിട്ടുണ്ട്. വാഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇങ്ങനെ ഡോട്ട് കൊടുത്തേക്കാം. അതുപോലെ ലൈറ്റ് ഉള്ള ഭാഗത്ത് കുറച്ച് ഡാർക്കാക്കിയിട്ട് ഇതുപോലെ കൊടുത്തതിന് ശേഷം ഒന്ന് ഇവിടേക്ക് ഇതിലിങ്ങോട്ട് തുടച്ചതിൻ്റെ ശേഷം അങ്ങോട്ടൊന്നും കുത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ഈ ഭാഗത്തൊക്കെ ഡാർക്ക് ഇട്ടു, ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഡോട്ട് ഇട്ട് കൊടുത്ത് പിന്നെ ഇവിടെയൊക്കെ ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുത്ത് ഇത് കണ്ടില്ലേ, ഇതൊക്കെ ചെയ്തു. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിൻ്റെ ഫിനിഷിങ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും ഇതിൻ്റെ ഔട്ട്ലൈനാണ്. ബ്ലാക്ക് ഇട്ട് മറ്റേ 000 ബ്രഷ് വെച്ചിട്ട് നമ്മൾ ഔട്ട്ലൈൻ ചെയ്യാൻ പോവുകയാണ്. കട്ടി കൂടി പോയരുത്, വളരെ നേർമയായിട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഔട്ട്ലൈൻ ചെയ്ത് കഴിഞ്ഞ് ഇതിപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യണം. ഇവിടെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ബ്ലാക്ക് വെച്ച് കൊടുത്ത് ഔട്ട്ലൈൻ ചെയ്യുക. ഈ മഷിപ്പൂവ് ചെയ്യുക കേട്ടോ. മഷിപ്പൂവ് ചെയ്യുന്ന സമയത്ത് ഇത് നോക്കിയാൽ ഒന്ന് മഷിപ്പൂവ് ചെയ്യുകയാണെങ്കിലും ഔട്ട്ലൈൻ ചെയ്യുന്ന സമയത്താണെങ്കിലും ഈ ബ്രഷ് എന്ത് ചെയ്യുക, നന്നായിട്ട് അങ്ങനെ എടുത്തതിന് ശേഷം ഈ അറ്റം മാത്രം ഈ അറ്റത്ത് മാത്രം ഷാർപ്പാക്കി കൊണ്ടുവരിക, പോയിൻ്റ് ആക്കിയിട്ട് കൊണ്ടുവരിക. കണ്ടില്ലേ, ഇതേപോലെ പോയിൻ്റ് ആക്കി കൊണ്ടുവരണം. ഈ ബ്ലാക്ക് ഈ കാറ്റ് കൊണ്ടു കഴിഞ്ഞാൽ ഡ്രൈ ആയി പോകാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ നമ്മളെ ബ്രഷ് വലിയൂല. ഇത് ചെയ്യാണ്. ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഫില്ലാക്കി എല്ലാം മഷിപ്പൂവും ഇങ്ങനെ ചെയ്യാം. അപ്പോൾ അതാ മഷിപ്പൂവൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്ത ഈ പൈപ്പിൻ്റെ പീസിൽ ചെയ്ത ഈ വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്